ഹായ്, ഇന്ന് പറയാൻ പോകുന്നത് സർവം മായ എന്ന സിനിമയെക്കുറിച്ചാണ്. സ്പോയിലർ ഒന്നുമില്ല, പേടിക്കണ്ട. ഇത് ഒരു ഹൊറർ കോമഡി ഫീൽ ഗുഡ് സിനിമയാണ്. പക്ഷേ ഹൊററിന് വലിയ പ്രാധാന്യം കൊടുത്ത സിനിമയല്ല ഇത്. ഡയറക്ടർ കൂടുതലായി ശ്രദ്ധിച്ചിരിക്കുന്നത് ഫീൽ ഗുഡിനും കോമഡിക്കുമാണ്. അത് തുടക്കം മുതൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഈ സിനിമ കാണുമ്പോൾ എനിക്ക് പല സ്ഥലങ്ങളിലും മോഹൻലാൽ അഭിനയിച്ച വിസ്മയത്തുമ്പത്തെന്ന സിനിമയുടെ ഓർമ്മ വന്നു. ഒരു ന്യൂജൻ വേർഷൻ പോലെ തന്നെയാണ് ഫീല്. നിവിൻ പോളി മോഹൻലാൽ ചെയ്ത റോളിലുമാണ്, അജു വർഗീസ് മുകേഷ് ചെയ്ത കമ്പാനിയൻ റോളിലുമാണ്. കമ്പാരിസൺ നാച്ചുറലാണ്, പക്ഷേ നെഗറ്റീവായി തോന്നിയില്ല. കോമഡി ഭാഗത്തേക്ക് വന്നാൽ കോമഡിയുടെ ഭൂരിഭാഗവും വർക്കായിട്ടുണ്ട്. എസ്പെഷ്യലി നിവിൻ പോളിയും അജു വർഗീസും ഒന്നിച്ചു വരുമ്പോൾ. ഈ രണ്ടുപേർ സ്ക്രീനിൽ വന്നാൽ തന്നെ ഒരു കംഫർട്ടും കെമിസ്ട്രിയും ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. അത് ഇവിടെയും നന്നായി ഫീൽ ചെയ്യും. ഡയറക്ടറും സ്ക്രിപ്റ്റും നോക്കിയാൽ ഇതിനൊരു സത്യൻ അന്തിക്കാട് ടച്ചുണ്ട്. പക്ഷേ പ്രൈം കാലത്തെ സത്യൻ അന്തിക്കാടല്ല. ന്യൂ ഏജ് ഫീൽ ഗുഡ് നേരേഷനാണ്. ലൈറ്റ് ഇമോഷൻസ്, സിമ്പിൾ അപ്രോച്ച്, അതെല്ലാം ഡീസന്റായി വർക്കായിട്ടുണ്ട്. സിനിമയുടെ പേസിംഗ് നല്ലതാണ്. എവിടെയും വലിയ ലാഗ് തോന്നിയില്ല. സീൻസ് സ്മൂത്തായി ഫ്ലോ ചെയ്യുന്നു. സിനിമാറ്റോഗ്രാഫി അടക്കമുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം സ്റ്റോറിക്ക് വേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി എടുത്താൽ ഇത് ഒരു ഫാമിലി വാച്ചബിൾ മൂവിയാണ്. എസ്പെഷ്യലി ഇപ്പോൾ ക്രിസ്മസ് അവധിക്കാലം. സ്ട്രെസ് ഇല്ലാതെ കാണാവുന്ന സിനിമ. ഒന്ന് മാത്രം ശ്രദ്ധിക്കണം, വളരെ വലിയ പ്രതീക്ഷകളോടെ കയറരുത്. നോർമൽ എക്സ്പെക്ടേഷൻ വച്ചാൽ ഓവറോൾ ഒരു നല്ല മൂവി എക്സ്പീരിയൻസ് തന്നെയാണ്. അവസാനം നിവിൻ പോളിയെക്കുറിച്ച്, ഇത് കംബാക്ക് മൂവിയായി കാണണ്ട. പക്ഷെ പല സ്ഥലങ്ങളിലും നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന പഴയ ചാമിങ് നിവിൻ പോളിയെ വീണ്ടും കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ലൈറ്റ് ഹാർട്ടഡ്, ഫീൽ ഗുഡ് ഹൊറർ കോമഡി, ഹോളിഡേ ടൈമിലേക്ക് സൂറ്റ് ചെയ്യുന്ന സിനിമ.